ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് പനീർ ടാഗോയാണ്. ഇത് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് കഴിക്കാൻ തോന്നുന്നവർ തീർച്ചയായും ഇത് ട്രൈ ചെയ്യണം. നമുക്ക് എന്തായാലും ഇത് പിന്നെയും ഉണ്ടാക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ആദ്യം നമുക്കൊരു ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ചെറുതായിട്ട് ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള കട്ട് ചെയ്തെടുക്കണം. 2 സവാളയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. 2 സവാളയും ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. നമ്മുടെ പിസ്സയേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നി ഇത് കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പിസ്സ ഉണ്ടാക്കാൻ അത്ര പാടൊന്നുമില്ല. ഇത് ഉണ്ടാക്കാൻ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഒണിയൻ. ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് പനീറാണ്. നമുക്കിത് ഇനി സ്ക്യൂബ് പോലെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു ദിവസം ഫോറമാളിൽ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഞാനിത് കഴിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിതിങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിയത്. അതിനെപ്പോലെ വെറൈറ്റി ഐറ്റംസ് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഗ്യാരണ്ടി തന്നിരിക്കുന്നു. നമ്മൾ അവിടെയൊക്കെ പോയി കഴിക്കുകയാണ്. കാരണം നമ്മൾ സ്വയം ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. നമുക്കിനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇടാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്യാം. ജീരകം ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി, വേണ്ടാത്തവർക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ജീരകം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഒണിയൻ ഇടാം. ഒണിയൻ ഇട്ട് നല്ലപോലെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കം ഇടാം. ഒണിയൻ ഏകദേശം വെന്ത് വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് നമുക്ക് ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ വരട്ടിയെടുക്കാം. അത് രണ്ടും നല്ലപോലെ വാടിയിട്ടുണ്ട്. നമുക്ക് ഇനി മെയിനായിട്ട് വേണ്ട ഐറ്റമായ പനീർ ഇടാം. പനീർ നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. പനീർ നല്ലപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് സോസ് ആഡ് ചെയ്യാം. ഞാൻ റെഡ് ചില്ലി സോസാണ് യൂസ് ചെയ്തേക്കണത്. അത്യാവശ്യം നല്ല അടിപൊളി സോസാണിത്. നമുക്കപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. നമുക്കിനി ആവശ്യത്തിന് ഉപ്പിടാം. അമ്മയും പുറമാളിൽ നിന്ന് ഇത് കഴിച്ചു നോക്കിയിട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കി കൊടുത്തപ്പോൾ അമ്മ കഴിച്ച അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കും അവിടെ നിന്ന് കഴിച്ചേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ നമുക്ക് ഈ ഫില്ലിങ് നമുക്ക് നമ്മുടെ ചപ്പാത്തിയില്ലേ, നമ്മുടെ പാക്കറ്റ് ചപ്പാത്തി, നമ്മൾ വീട്ടിലുണ്ടാകുന്ന ചപ്പാത്തി ആയാലും മതി, അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ഫില്ലിങ് ഒന്ന് വെച്ച് അട നമ്മൾ മടക്കണ പോലെ മടക്കി വെച്ചാൽ മതി. സിമ്പിളാണ് ഇതുണ്ടാക്കാനായിട്ട്. നമുക്ക് ഇനി പാനിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ട് നമുക്ക് 2 വശം ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ 2 വശം റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്ങിൻ്റെ ഉള്ളിൽ കുറച്ച് ചീസ് ഇട്ട് അത് പെട്ടെന്ന് തന്നെ മെൽറ്റായിപ്പോയി. അത് ഞാൻ ഇടണ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ ചീസും കൂടെ കുറച്ച് ഇട്ടുള്ളൂ. വേണമെങ്കിൽ നല്ല ലെയറിലിടാം. പക്ഷെ ഞാൻ വെറുതെ കലോറി കിട്ടണ്ടല്ലോ എന്നോർത്ത് കുറച്ച് ഇട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ പനീർ ടാക്കോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കഴിച്ച് നോക്കാം. നല്ല ജ്യൂസിയാണ്. നമ്മുടെ പിസ്സയേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. ഷവർമ റോളിനേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നി. നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കിത് തിന്നാനായിട്ട് കൊതി വന്നിട്ട് ഇനിയും ഉണ്ടാക്കി നോക്കണം. എനിക്ക് ഉണ്ടാക്കി കഴിക്കാം.